ഹലോ പ്രിയപ്പെട്ടവരെ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തപ്നയിൽ കണ്ടല്ലോ, അത് തന്നെയാണ് ഇന്നത്തെ വീഡിയോ. ഒരു അടിപൊളി മന്തിയുടെ റെസിപ്പിയാണ്. അത്യാവശ്യം ലെങ്ത് ഉള്ള വീഡിയോ ആണ്. ക്ഷമയോട് കൂടിയിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി മന്തി ഈ പെരുന്നാളിന് ഉണ്ടാക്കാം കേട്ടോ. അത്രയും ടേസ്റ്റാണ്, അത്രയും എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അതായത് ഇപ്പോൾ ഒരുപാട് ലെങ്ത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇത്രയും റിസ്ക് ആണോ എന്നൊക്കെ വിചാരിക്കും. ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ലെങ്ത് ഉള്ള വീഡിയോ ആക്കി വെച്ചിട്ടുള്ളത്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല. അത്രയും അടിപൊളിയായിട്ടുള്ള, അത്രയും രുചികരമായിട്ടുള്ള ഒരു മന്തി റെസിപ്പി തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നൊക്കെയുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ആരുടെ വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തതെന്ന് കൂടെ ഞാൻ തംബ്നെയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ കാണാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ കുറച്ചും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അദ്ദേഹം ചെയ്ത ആ വീഡിയോനേക്കാളും ഒരു ചെറിയ ചെറിയ മാറ്റങ്ങൾ ഞാൻ എൻ്റേതായിട്ടൊന്ന് വരുത്തിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടം വരില്ല എന്ന് പറഞ്ഞില്ലേ, അത് വെറുതെ പറഞ്ഞതല്ല. ഇത് കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോൾ മന്തി ഉണ്ടാക്കണമെന്ന് തോന്നിയാലും നിങ്ങൾ ഈ ഒറ്റ വീഡിയോ മാത്രമേ ഫോളോ ചെയ്യുള്ളൂ. ഞാൻ അങ്ങനെയാണ്. ഞാൻ ഒരുപാട് മന്തി ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടമാണ് മന്തി കഴിക്കാനായിട്ട്. ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്, കുറേ ഫ്ലോപ്പായിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം ഇത് മാത്രമേ എപ്പോഴും ഞാൻ ഉണ്ടാക്കാറുള്ളൂ. ഇതിന് മുൻപ് ഞാൻ ഒരു മന്തിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ കവച്ച് വെക്കുന്ന രുചിയാണ് ഈ മന്തിക്കുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ, സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇതിൽ കുറേ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. എനിക്ക് പറ്റിയ കുറേ ഫോൾട്ടുകൾ, എനിക്ക് പറ്റിയ കുറച്ച് അബദ്ധങ്ങൾ കൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അബദ്ധമല്ല, നമ്മൾ മുൻകൂട്ടി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക പ്രതീക്ഷിക്കുമല്ലോ. എന്തൊക്കെയാണ് ഇന്ന സാധനമാണ് നമ്മൾ ഇന്ന് ഇതിപ്പോൾ മന്തി ഉണ്ടാക്കാൻ പോവുകയാണ്, അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പം പറ്റിയ കുറച്ച് മിസ്റ്റേക്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. മിസ്റ്റേക്ക് എന്നും പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് വേണ്ട സാധനങ്ങളാണ് ഈ എടുത്തിട്ടുള്ളത്. ഒരു 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ 2 ടേബിൾ സ്പൂൺ കുരുമുളക്, മല്ലി, അതുപോലെ ജീരകം, ചെറിയ ജീരകമാട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ സ്പൂണിൽ കുറച്ച് കാശ്മീരി മുളക് കൂടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള, ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് അത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കളറ് ചേർത്ത് കൊടുക്കാം. കളറ് ഓപ്ഷനിലാണ്, ജസ്റ്റ് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കയ്യിലുള്ളത് ഓറഞ്ച് റെഡ് കളറായിരുന്നു, അതാണ് ഞാനത് ചേർത്ത് കൊടുത്തത്. അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാട്ടോ. എൻ്റെ കയ്യിൽ അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ, ഒലീവ് ഓയിൽ എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള ഒരു ഓർമ്മയിലാണ് ഞാൻ ഈ സാധനം ഉണ്ടാക്കാനായിട്ട് നിന്നത്. ആക്ച്വലി ഇതിലേക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് വേണ്ടത് ഒലീവ് ഓയിലാണ്. എന്നാലാണ് അതിൻ്റെ ആ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. പക്ഷേ ഒലീവ് ഓയിൽ ഇല്ലാത്തത് കാരണമാണ് ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ എടുത്തത്. ഇനിയിപ്പോൾ ഒലിവ് ഓയിൽ ഇല്ല എന്ന് ഓർത്തിട്ട് നിങ്ങൾ മന്തി ഉണ്ടാക്കാൻ പറ്റില്ല, അതിൻ്റെ ടേസ്റ്റ് കുറയും എന്നൊന്നും വിചാരിക്കേണ്ട. പക്ഷേ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ആ ഒലിവ് ഓയിലിന് പകരം സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. എന്നിട്ട് ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്തിനാന്നുള്ളത് ലാസ്റ്റ് പറയാം കേട്ടോ. ഇതൊന്നും ആ വീഡിയോയിൽ കാണിക്കുന്നില്ല, ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു ഇതിൽ ചെയ്തതാണ്. അതിനുശേഷം ഞാൻ കഴുകി വൃത്തിയാക്കിയ ഒരു 3 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു ഫുൾ ചിക്കനിൽ ഒരു ഭാഗം മാറ്റിയിട്ടു, അത്രയും കുറച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് ആ മസാല അതിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 1 അവറെങ്കിലും, കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഇനി നമുക്ക് റൈസും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളാണിത്. ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു 10ഓളം പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 5-6 എണ്ണമൊക്കെ മതിയാകും. പിന്നെ ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് ഗ്രീന്, യെല്ലോ, റെഡ് എല്ലാം ഞാൻ എടുത്തത്. എൻ്റെ കയ്യിൽ എല്ലാം കുറേശ്ശെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എടുത്തത്, ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ അതൊന്നും എടുക്കണ്ട. ഗ്രീൻ എന്തായാലും എടുക്കണം കേട്ടോ. ഗ്രീന് ഉണ്ടാവണം, എങ്കിലും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാനിതെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ ഗ്രീൻ, വലുതോ ചെറുതോ ആയിക്കോട്ടെ, നമ്മളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഒരു ഗ്രീന് ക്യാപ്സിക്കം എടുത്താൽ മതി. മറ്റേ യെല്ലോയും റെഡും വേണ്ടതില്ല. ഇനിയിപ്പോൾ ക്യാപ്സിക്കം ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഉണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ്
കിട്ടുകയും ചെയ്യും. പിന്നെ വേണ്ടത് സ്പൈസസ് ആണ്. ഇത്രയും സാധനങ്ങൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. പട്ട വേണം, അതുപോലെ കുരുമുളക്, മല്ലി, 2 ഉണക്ക നാരങ്ങയാണത്, അതുപോലെ ബേ ലീഫ്, പിന്നെ നമ്മുടെ ഏലക്കായ, ജീരകം, ചെറിയ ജീരകം 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, കുറച്ച് ഗ്രാമ്പു കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്പൈസസ് ആണ് വേണ്ടത്. പിന്നെ വേണ്ടത് ഒരു 5-8 വെളുത്തുള്ളി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പ്രിപ്പറേഷനിലേക്ക് പോവാം. അതിന് മുൻപ് നമുക്കൊരു കാര്യം കൂടി ചെയ്ത് വെക്കാനുണ്ട്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എടുത്തിട്ടില്ല, അതായത് റൈസ്. അപ്പോൾ ഞാൻ ഈ കപ്പിന് 3 കപ്പ് റൈസ് ആണ് എടുക്കുന്നത്. നമ്മുടെ ബസ്മതി റൈസ് ഇല്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. ഗോൾഡൻ കളർ റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതാണ് മന്തി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനത് 3 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേ കപ്പിൽ തന്നെയാണ് അളന്നെടുക്കുന്നത്. 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള രീതിയിലാണ് വെള്ളം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 1 കപ്പിന് 1.5 കപ്പ് ആകുമ്പോൾ 3 കപ്പിന് എനിക്ക് 4.5 കപ്പ് വെള്ളം ആവശ്യമായിട്ട് വരും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ റൈസ് ഇവിടെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നില്ല. ഇത് നന്നായി കഴുകി സ്ട്രെയിൻ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഒരിക്കലും വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. വെള്ളത്തിൽ കുതിർക്കാതെയാണ് നമ്മൾ മന്തി ഉണ്ടാക്കുന്നത്. ഇനി എനിക്ക് പറ്റിയ അടുത്തൊരു അബദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമുക്ക് ഈ മന്തി ഉണ്ടാക്കാനായിട്ട് ഈ ഒരു സാധനം വേണം കേട്ടോ. ഈ ഫോയിൽ പേപ്പർ വേണം, അലൂമിനിയം ഫോയിൽ പേപ്പർ വേണം. ഇതെടുത്ത സമയത്ത് ഞാൻ ആകെ വിഷമിച്ച് പോയതായിരുന്നു. കാരണം ഇത് നല്ല ഫോയിൽ പേപ്പർ ആയിരുന്നു, പക്ഷേ എൻ്റെ മോൻ അത് എടുത്തിട്ട് കുറച്ച് അതിമൊന്നൊക്കെ കീറിയെടുക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് ആ സൈഡ് അങ്ങനെ കീറി കിടക്കുന്നുണ്ടോ, അങ്ങനെ കീറിപ്പോയി. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ ഒരു അറ്റത്ത് ഇങ്ങനെ തുരുമ്പ് പിടിച്ചതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഇത് കറക്റ്റായിട്ട് ഷീറ്റായിട്ട് നമുക്ക് കിട്ടണില്ല. എടുക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് അങ്ങനെ വരികയാണ്. അപ്പോൾ കുറച്ച് പണിയെടുത്തു ഞാനിത് കറക്റ്റായിട്ട് കിട്ടാൻ. അപ്പോൾ ഈ സാധനം ഇല്ലയെന്ന് നേരത്തെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. ഇതെൻ്റെ കയ്യിൽ ഉണ്ടല്ലോ എന്നുള്ളൊരു ഓർമ്മയിലാണ് പെട്ടെന്ന് മന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ നിന്നത്. ഇത് കണ്ടപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇത്രയും ക്വാണ്ടിറ്റിയിൽ എനിക്ക് വേറൊരു ഓപ്ഷനിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു ടെൻഷനായി. പക്ഷേ ഫോയിൽ പേപ്പർ ഇല്ലയെന്ന് ഓർത്തിട്ട് നമുക്ക് ഈ മന്തി ഉണ്ടാക്കാൻ പറ്റില്ല എന്നില്ല. അത് ഉണ്ടാക്കേണ്ട വേറൊരു വഴിയുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. പക്ഷേ അങ്ങനെ എനിക്ക് ഈ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആകെ ടെൻഷനായി പോയത് കേട്ടോ. അപ്പോൾ ഇത്രയും ഷീറ്റ് ഞാൻ ഒരുവിധം ആ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് ഷീറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മന്തി ഉണ്ടാക്കാനായിട്ട് നിൽക്കാം. അപ്പോൾ ഈ ഷീറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? നമ്മുടെ ഇഡ്ഡലിച്ചെമ്പില്ലേ, ഇഡ്ഡലിച്ചെമ്പിൽ ഇതേ പ്രോസസ്സിൽ നമുക്ക് ഈ മന്തി ഉണ്ടാക്കാവുന്നതാട്ടോ. അപ്പോൾ ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചരുവത്തിലേക്ക്. അതിലേക്ക് നമ്മുടെ സവാള ഇല്ലേ, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ലേ, ആ സവാള മുഴുവനായിട്ട് ഞാൻ ഇട്ടിട്ടില്ല, കുറച്ചേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് അതൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചില്ലേ, അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. അതിനുശേഷം ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇത്രയും സാധനങ്ങൾ ഞാൻ അതിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ. ക്യാപ്സിക്കും സവാളയൊന്നും അത് സാലഡ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇടാമെന്ന് ഓർത്തിട്ട് മാറ്റി വെച്ചതാണ്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 4 പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് സവാള വേണം, അത് വഴറ്റാൻ ഒരുപാട് സമയം വേണമല്ലേ. പക്ഷേ ഇതിന് അത്രയൊന്നും സമയവും സാധനങ്ങളൊന്നും വേണ്ട. ഇനി അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ സ്പൈസസ് ഉണ്ടല്ലോ, ആ സ്പൈസസും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ സ്പൈസസ് ഒക്കെ എന്തായാലും ചേർക്കണം കേട്ടോ. ഇതിലിപ്പോൾ ഡ്രൈ ലെമൺ നമ്മുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ നമ്മുടെയൊക്കെ ഫ്രിഡ്ജിൽ ഡ്രൈ ലെമൺ എന്തായാലും ഉണ്ടാവുമല്ലേ, പഴകിയ അതായത് ഉണങ്ങിയിരിക്കുന്ന ലെമൺ എന്തായാലും ഉണ്ടാകും. അതിട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി സ്ട്രെയിൻ ചെയ്ത് വെച്ച റൈസാണ്, അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. നേരത്തെ പറഞ്ഞിരുന്നു 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഈ കപ്പിനാണ് അരി എടുത്തിട്ടുള്ളത്, നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ. അപ്പോൾ ഈ കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന് പറയുമ്പോൾ ഞാൻ 3 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 4.5 കപ്പ് വെള്ളം ഞാൻ അളന്നെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായി. ആ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതുപോലെ ഇനി റൈസ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള, റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. വെള്ളത്തിൻ്റെ മെഷർമെൻറ്റ് മാറരുത് കേട്ടോ. 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള രീതിയിൽ തന്നെ വെള്ളം എടുക്കണം. അതിൽ കൂടാനോ കുറയാനോ പാടില്ല. എന്നാലേ നമുക്ക് റൈസ് കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഉപ്പിട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു 3 പച്ചമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കിതിൽ പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ശരിക്കും വീഡിയോയിൽ കാണിക്കുന്നത് ആകെ 4 പച്ചമുളക് ഇടുന്നുള്ളൂ.
ഇനിയാണ് നമ്മൾ ആ നേരത്തെ എടുത്തു വെച്ച അലൂമിനിയം ഫോയിൽ പേപ്പറില്ലേ അതിൻ്റെ ആവശ്യം വരുന്നത്. അത് നമുക്ക് ഇതുപോലെ ഒന്നിനും മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. അതായത് ഓരോ ലെയറായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 2 ഷീറ്റ് മതിയാകും ഒരു ഫസ്റ്റ് എന്താ പറയുക കവർ ചെയ്യാനായിട്ട്, ഫസ്റ്റ് കവറിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷേ ഇത് നമ്മൾ അടുത്തുനിന്ന് കീറിപ്പോയില്ലായിരുന്നോ, അത് കാരണം ഞാനൊരു 3 ഷീറ്റാക്കി വെച്ചിട്ടാണ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. ഫോയിൽ പേപ്പർ ഇങ്ങനെ കവർ ചെയ്യുമ്പോൾ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നല്ല ചൂടായിരിക്കും നമ്മുടെ ചെരുവത്തിൻ്റെ സൈഡൊക്കെ. നമ്മളതിങ്ങനെ അവിടെ മടക്കി വെച്ച് കൊടുക്കുന്ന സമയത്ത് കയ്യിലേക്ക് നല്ല ചൂട് തട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു തുണി വെച്ചിട്ടാണ് അവിടെ ടൈറ്റാക്കി കൊടുക്കുന്നത് കേട്ടോ. തുണി കൊണ്ട് ഇങ്ങനെ ടൈറ്റാക്കി കൊടുക്കണം, അല്ലെങ്കിൽ നല്ല ചൂടാണ്. കറക്റ്റ് നന്നായിട്ട് ടൈറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടില്ല കേട്ടോ. കാരണം അതിൻ്റെ സൈഡിലൂടെ ഒക്കെ എയർ പോയിട്ട് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടില്ല. റൈസ് നമ്മൾ വിചാരിച്ചതുപോലെ വെന്ത് കിട്ടണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ആ വക്ക് നന്നായിട്ട് ഇങ്ങനെ ടൈറ്റാക്കി കൊടുക്കുക വേണം കേട്ടോ. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, അവിടെ ഒന്ന് നന്നായിട്ട് എന്താ പറയുക ടൈറ്റാക്കി കൊടുക്കണം. അതുപോലെ നമ്മൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ അരി ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചു. ആ വെള്ളം ഒഴിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ സാധാ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്, തിളപ്പിച്ച വെള്ളമൊന്നുമല്ല, പച്ച വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തിളപ്പിച്ച വെള്ളം വേണം അങ്ങനെയൊന്നുമില്ല, നമ്മൾ പച്ചവെള്ളം തന്നെ മതി. ചൂടില്ലാത്ത സാധാ നോർമൽ വാട്ടർ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അവിടെ ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പപ്പടത്തിൻ്റെ കോലില്ലേ അതാണെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ നിറയെ ഹോൾ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ചിക്കൻ വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് വെക്കുമ്പോൾ ആ ചിക്കൻ വേവണമെങ്കിൽ എയർ മുകളിലോട്ട് കയറി വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ചിക്കന് നമ്മൾ ഫ്രിഡ്ജിൽ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. മസാലയൊക്കെ തേച്ചിട്ട് ആ ചിക്കൻ എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ചിക്കൻ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് വീണ്ടും എന്ത് തന്നെ വേണം, ഈ അലൂമിനിയം ഫോയിൽ പേപ്പർ തന്നെ വേണം. ആ അലൂമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നന്നായിട്ട് കവർ ചെയ്യണം. ഞാൻ അതിലുണ്ടായിരുന്ന കുറച്ച് ഓയിൽ അതിൻ്റെ മുകളിലേക്കായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ ഫോയിൽ പേപ്പർ വെച്ചിട്ട് നമുക്കിത് വീണ്ടും കവർ ചെയ്തെടുക്കാം. ഇതൊക്കെ ചെയ്യുമ്പോഴും ഫ്ലെയിം ലോ തന്നെ ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ തീ കൂട്ടി വെക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഇങ്ങനെ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് കവർ ചെയ്യുകയാണ്. നമ്മൾ ഇങ്ങനെ കഷ്ണമായിട്ടാണ് നമ്മുടെ ഫോയിൽ പേപ്പർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം വല്ലാണ്ട് കൈക്ക് വലിയ ചൂടൊന്നും തോന്നില്ല കേട്ടോ. കാരണം ഒരു ലെയർ നമ്മളവിടെ കവർ ചെയ്ത് കൊടുത്തതാണല്ലോ, ഏറ്റവും താഴത്തെ ലെയർ. അപ്പോൾ ഇതേ ഞാനിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അലുമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് കറക്റ്റായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറക്റ്റ് 45 മിനിറ്റ് കൊണ്ടേ കുക്കായിട്ട് കിട്ടുള്ളൂ. 45 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ പോലും നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് ഇടേണ്ട. കാരണം മീഡിയം ഫ്ലെയിമിലാണെങ്കിലും വെള്ളം പെട്ടെന്ന് തിളച്ച് വെള്ളമൊക്കെ അതിൽ വറ്റിപ്പോവും. അത് കാരണം നമുക്ക് കറക്റ്റ് 45 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം ഞാനൊരു 50 മിനിറ്റോളം ആയിട്ടുണ്ടാവും കേട്ടോ. 50 മിനിറ്റ് ആയി നോർത്ത് യാതൊരു കുഴപ്പമില്ല. 50 മിനിറ്റോളം കഴിഞ്ഞിട്ടാണ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ആകെ ടെൻഷൻ ഉണ്ടാവുക ഈ ചിക്കൻ വെന്തിട്ടുണ്ടാവോ എന്നുള്ളതിലാണ്. റൈസ് വെന്തോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ടെൻഷൻ ഉണ്ടാവുക. പക്ഷേ അങ്ങനെ ഒരു ടെൻഷനേ വേണ്ട. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ തന്നെയായിരുന്നു, നല്ല ടെൻഷനായിരുന്നു. ചിക്കൻ വെന്ത് കിട്ടുമോ, റൈസ് വെന്ത് കിട്ടുമോ എന്നൊക്കെയുള്ള ടെൻഷനായിരുന്നു. പക്ഷേ ആ ടെൻഷനൊക്കെ ആ ഫസ്റ്റത്തെ ഉണ്ടാക്കലിൽ തന്നെ മാറി കിട്ടിയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ട്, പെട്ടെന്ന് തന്നെ ചിക്കനൊക്കെ ഇങ്ങനെ വിട്ടു പോരുന്നുണ്ട്. കൈകൊണ്ട് തൊടാൻ പറ്റില്ല, നല്ല ചൂടാണ്. അതുകൊണ്ടാണ് ഈ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ ചിക്കനൊക്കെ ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് റൈസൊക്കെ എന്തായിട്ടുണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു തവണ എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരിക്കലും നിങ്ങളിത് ഉണ്ടാക്കാൻ മടി കാണിക്കരുത്. കാരണം അത്രയും ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റാണ്. ഒരു പക്ഷേ നിങ്ങളിൽ പലരും ഈ വീഡിയോ ഷമീം കാർഡ് ചാനലിൽ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും. ഇനി കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഷെയർ ചെയ്യേണ്ട കാര്യമില്ല, അദ്ദേഹത്തിൻ്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ തന്നെ അത് കാണാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതെനിക്ക് ഉണ്ടാക്കിയപ്പോൾ അത്രയും റിസൾട്ട് കിട്ടിയപ്പോൾ ഇതെനിക്ക് എന്തായാലും ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും ഇങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കലൊന്നല്ല കേട്ടോ ഇത്, ഞാൻ 4-5 തവണ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ നമ്മുടെ റൈസൊക്കെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ സെൻറ്ററിൽ കണ്ടോ ഒരു ഓറഞ്ച് കളറിൽ റൈസ് ഇങ്ങനെ വരുന്നത്? അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ വെച്ചിട്ടുണ്ടായില്ലേ ചിക്കൻ, ആ ചിക്കൻ വെന്തിട്ട് അതിൻ്റെ ആ സ്റ്റോക്ക് ഉണ്ടല്ലോ അത് ഇറങ്ങിയതാണ്. അത് നന്നായിട്ട് മിക്സായിട്ട് കിട്ടുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ.
ഇത് എത്ര പറഞ്ഞാലും മതിയാവില്ല, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പം ഒന്നിച്ച് അങ്ങോട്ട് വല്ലാണ്ട് മിക്സ് ചെയ്യരുത്, പതുക്കെ പതുക്കെ ഇങ്ങനെ ഇളക്കി ഇളക്കി മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ റൈസ് പൊട്ടിപ്പോവാനും ഒക്കെ സാധ്യത ഉണ്ട്. അപ്പം മെല്ലെ മെല്ലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക റൈസ് പൊട്ടാതെ ആയിട്ട്. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് ആ നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്ക് ഇറങ്ങിയ ആ റൈസും നമ്മുടെ ഈ വൈറ്റായി കാണുന്ന റൈസും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഞാനിത് ഇനി ഇതിൻ്റെ അടിഭാഗം ഒന്ന് കാണിച്ചു തരാം. ഇത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല, കണ്ടോ, ഇതൊട്ടും അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഇത് ഇച്ചിരി വാട്ടർ കൺസിസ്റ്റൻസി ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ലെവൽ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല. ഇത് വെള്ളം പോലെയാണോ എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല, ഒരുപാടൊന്നും വെള്ളമില്ല കേട്ടോ. ഇനി എനിക്ക് പറ്റിയൊരു അബദ്ധമാണിത്. ഞാൻ സാധാരണ ഇങ്ങനെ തന്നെയാണ് ആ വീഡിയോയിലൊക്കെ കാണിക്കുന്നത്, ഇതിൻ്റെ മുകളിലേക്ക് ചിക്കൻ വെച്ചിട്ട് പിന്നെ ഒന്ന് പുകയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ അപ്പോഴാണ് ഓർത്തത് ഞാൻ ഇത്തിരി മസാല അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ളത്. അപ്പോൾ അത് എന്തിനായിരുന്നു എന്നുള്ളത് അപ്പോഴാണ് ഓർത്തത്. അപ്പോൾ ഞാൻ വീണ്ടും ആ റൈസിൽ നിന്ന് ചിക്കൻ ഇങ്ങോട്ട് എടുത്തിട്ട് വേറൊരു പാൻ വെച്ചിട്ട് നമ്മൾ ചിക്കൻ മസാല തേച്ച് വെച്ച ആ പാത്രത്തിൽ ഇത്തിരി അതിൻ്റെ ഓയിൽ ഉണ്ടായിരുന്നു, ആ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേറെ ഒരു ഓയിലും എടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് ആ ചിക്കൻ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആവുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ ഉണ്ടായിരുന്ന ആ ഓയിൽ അതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുത്തു. അതുപോലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായില്ലേ കുറച്ച് മസാല, ആ മസാലയും രണ്ട് സൈഡിലും തിരിച്ചു മറിച്ച് വിട്ടിട്ട് ആക്കി കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, അതൊന്നും ആ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ചെയ്തതാണ്. ചിക്കൻ എനിക്ക് ഒന്ന് ഫ്രൈ ആയിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. നിങ്ങൾ വിചാരിക്കും ചിക്കൻ വേവാത്തോണ്ട് ചെയ്തതാണോ എന്ന്, പക്ഷേ ഒരിക്കലും അല്ല, ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, ഇങ്ങനെ മസാലയൊക്കെ തേച്ച് ഇങ്ങനെ പൊരിച്ചെടുക്കുന്നത്. നേരത്തെയൊക്കെ ഇതുപോലെ തന്നെ ഉണ്ട് കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. ഇനി നമുക്കിതൊന്ന് പുകച്ചെടുക്കാം. ഞാനൊരു ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ കനലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്ന് അടച്ചു വെക്കുക. അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. അതുപോലെ താഴെ നമുക്ക് തീ കത്തിക്കുകയും ചെയ്യാം. അത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഏറ്റവും കുറഞ്ഞ തീയിൽ നമുക്ക് ഒരു 5 to 10 മിനിറ്റ് വരെ ഇതിങ്ങനെ വെച്ച് നിർത്തി യാതൊരു കുഴപ്പമില്ല. ഒരു 3 മിനിറ്റൊക്കെ വെച്ചാലും മതിയാകും. പക്ഷേ ഞാനൊരു 5 to 10 മിനിറ്റ് വരെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, അത് അത്ര അടിയിൽ പിടിക്കുക അങ്ങനെയൊന്നും ചെയ്യും. ഞാനൊരു 15 മിനിറ്റ് ഇങ്ങനെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ തീ ഓഫ് ചെയ്തു, പിന്നെ അങ്ങനെ തന്നെ വെച്ചു. ഇത് പിന്നെ നോമ്പിനാണല്ലോ ഉണ്ടാക്കിയത്, പിന്നെ ആ സമയത്തൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. നമ്മൾ കഴിക്കാനായ സമയത്ത് മാത്രമാണ് ഇത് പിന്നെ ഓപ്പൺ ആക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ റൈസ് എങ്ങനെയിരിക്കണമെന്ന് ഒന്ന് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു കുറച്ച് ഒരു വാട്ടർ കൺസിസ്റ്റൻസിയിലാണെന്ന്, പക്ഷേ ഇപ്പോൾ നോക്കിയേ അങ്ങനെയൊന്നുമില്ല. അതിലുള്ള വെള്ളമൊക്കെ മുഴുവനായിട്ടും പോയിട്ടുണ്ട്. ഇപ്പം കറക്റ്റ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടെക്സ്ചർ തന്നെയാണ് ഈ റൈസിനുള്ളത് കേട്ടോ. അപ്പോൾ ആ ടേസ്റ്റും അത് ചില കടയിൽ നിന്നൊക്കെ മന്തി വാങ്ങുമ്പം അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല, അതിനേക്കാളൊക്കെ ടേസ്റ്റാണ്. അപ്പം നമ്മളിത് ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കടയിൽ നിന്ന് പിന്നെ മന്തി വാങ്ങിച്ച് കഴിക്കണമെന്നൊന്നും തോന്നില്ല. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, പക്ഷേ ചില മന്തികളൊക്കെ, ചില കടയിലെ മന്തികളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ, അപ്പോൾ അതൊക്കെ കഴിക്കണമെന്ന് തോന്നും. പക്ഷേ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് മന്തി കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങാമെന്ന് ആദ്യം നമ്മൾ ചിന്തിക്കില്ല, നമുക്ക് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കാമെന്നേ ചിന്തിക്കുള്ളൂ. അത്രയും ടേസ്റ്റാണ്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ ഇതിൻ്റെ താഴെ ഇപ്പോഴും അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞങ്ങൾ കഴിക്കാനായ സമയത്താണ് ഇത് ഞാൻ ഓപ്പൺ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കറക്റ്റായിട്ട് മന്തി നമുക്ക് കിട്ടിയിട്ടുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഈ മന്തി ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഞാനിത് ചിക്കനും കൂടി വെച്ച് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ അടിപൊളി ഒരു ചിക്കൻ മന്തി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിൽ ചിക്കനും മന്തി റൈസിനും ഒക്കെ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇതിൽ സൺഫ്ലവർ ഓയിലാണ് ഇതിൽ ചേർത്തതെന്ന് പറഞ്ഞല്ലോ, പക്ഷേ ശരിക്കും ഇതിന് വേണ്ടത് ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിലാണെങ്കിൽ ഞാൻ ആദ്യം ഒലീവ് ഓയിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്നൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയില്ല, പക്ഷേ ഞാനത് ഒലീവ് ഓയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഒലീവ് ഓയിൽ വെച്ചുണ്ടാക്കുമ്പോൾ ടേസ്റ്റും സൺഫ്ലവർ ഓയിൽ വെച്ചുണ്ടാക്കുമ്പോൾ ടേസ്റ്റും ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് മന്തിക്ക് ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഒലിവ് ഓയിൽ വെച്ചുണ്ടാക്കുമ്പോൾ ആ ഒലിവ് ഓയിലിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും ആ ചിക്കനും ആ റൈസിനൊക്കെ. പക്ഷേ ഇതിൽ അത് കിട്ടില്ല, അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഞങ്ങൾ കഴിക്കാനായ സമയത്താണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഞങ്ങൾ ഇനി കഴിക്കാനായിട്ട് പോവുകയാണ്. പക്ഷേ ആ സമയത്ത് ഞാൻ മറ്റൊരു കാര്യം ഇതിൽ കാണിച്ചിട്ടുണ്ടായില്ല, ചിക്കന് എത്രത്തോളം വെന്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളെ കാണിച്ചിട്ടില്ലല്ലോ. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പാർട്ട് എടുത്തത്. ഇത് കാണുമ്പോൾ ഇത് മുഴുവൻ ഞാൻ കഴിക്കുന്നൊന്നും നിങ്ങൾ ചിന്തിക്കുക. നമ്മുടെ ചിക്കൻ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എത്ര
സ്മൂത്തായിട്ടാണ് ആ ലെഗൊക്കെ അവിടുന്ന് അഴിഞ്ഞിങ്ങനെ പോരുന്നത്, ഊരിപ്പോരുന്നതല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കട്ടെ. ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് പറയുകയാണ്, നന്നായിട്ട് ബോറടിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്താണെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ പെരുന്നാളിന് ഈ മന്തിന് ആയിക്കോട്ടെ കേട്ടോ, അത്രയും ഇനി ടേസ്റ്റാണെന്ന് ഞാൻ പറയുന്നില്ല, അത്രയും നല്ലതാണ്. അപ്പോൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഡിഷായിട്ടോ എന്തെങ്കിലും അൽക്കുലത്ത് വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും വരുന്നതാണ്. ഇഷ്ടമുള്ളവരൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ ടാറ്റാ, അസ്സലാമു അലൈക്കും.